ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. ഇന്നും നമ്മൾ 100 മാർക്കിന്റെ ഒരു ഫുൾ മോക്കാണ് ചെയ്യാൻ പോകുന്നത്. വരാൻ പോകുന്ന LDCക്ക് വേണ്ടിയും ഖാദി ബോർഡ് LDCക്ക് വേണ്ടിയും. നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസമാണ് ഇനിയുള്ളൂ തിരുവനന്തപുരത്തിന്റെ ഫസ്റ്റ് ഫേസിന്റെ LDC നടക്കാൻ. സോ ഇനിയുള്ള ദിവസങ്ങൾ പരമാവധി PYQs പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 3, 4. അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. 2, ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3, 4. തെലങ്കാന സമരം, സ്വദേശി പ്രസ്ഥാനം. 3, ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 4. കേസരി, മറാത്ത, ബാലഗംഗാധര തിലക്, വന്ദേ മാതരം, ലാലാ ലജ്പത് റായ്. 4, വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, സൈമൺ ബൊളീവർ. 5, 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. 6, കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടുവ സമരവും നയിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 71, ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 മാർച്ച് 21, സെപ്റ്റംബർ 23. 8, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3. ചാലനം, സംവഹനം, അവിവഹനം. 9, നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിന്റെ ആകൃതി എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. സർപ്പിളാകാരം. 10, കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചിനൂക്ക്. 11, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 4. സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു. വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുന്നു. 12, സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 4. സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം. 13, താഴെ പറയുന്ന പ്രസ്താവനകൾ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വ്യവസായിക വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക്. 14, കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി കേരള സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മേൽപ്പറഞ്ഞവയെല്ലാം. ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതാണ്? മഹാരത്ന, നവരത്ന, മിനിരത്ന, മേൽപ്പറഞ്ഞവയെല്ലാം. 15, താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 8ാം പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ സി ആണ്. 8ാം പഞ്ചവത്സര പദ്ധതി, മാനവശേഷി വികസനം. 16ഉം 17ഉം ഡിലീറ്റ് ചെയ്തതാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GST ലയിക്കപ്പെടാത്ത നികുതി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ആദായ നികുതി. 19, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1967 സെപ്റ്റംബർ. 20, കേരള നെൽവേർ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2008 ഓഗസ്റ്റ് 11. 21, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. 22, താഴെ പറയുന്നവയിൽ ഹരിത കേരളം പദ്ധതിയെ പറ്റി ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം, കാർഷിക വികസനം തുടങ്ങിയ
ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി. 23 രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റിനെ പറ്റി ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവൂ. 24 മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കുന്നതിന്റെ ഉദ്ദേശം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 24 മണിക്കൂറിൽ 6 സെന്റിമീറ്റർ മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. 25 ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ടി.പി. ഗെയ്ത്താന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ടി.ടി. കൃഷ്ണമാചാരി. 26 എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. 27 താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്. 28 കേരള 28ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. 29 കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ധനകാര്യ കമ്മീഷൻ. 30 കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി. ഉത്തരം ഓപ്ഷൻ ബി എ.ബി. വാജ്പേയി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എ.ബി. വാജ്പേയി. ഉത്തരം ഓപ്ഷൻ ബി ആട്ടോ. ഉത്തരം ഓപ്ഷൻ ബി എ.ബി. വാജ്പേയി. 31 താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 20 ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. 32 താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യം ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ജമ്മു കാശ്മീർ. 33 മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി സ്നേഹപൂർവം. 34 പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളെ പ്രോസിമീൻസ് എന്നും ആന്ത്രോപോയിഡ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രോസിമീൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിക്ക് ഉദാഹരണമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലിമർ. 35 തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ നിന്ന് പുതിയതായി കണ്ടെത്തിയ ഏതിനം സസ്യവിഭാഗത്തിനാണ് മുൻ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി കെ ശൈലജയോടുള്ള ബഹുമാനാർത്ഥം ഇൻപേഷ്യൻസ് ശൈലജ എന്ന് പേര് നൽകിയത്? ഉത്തരം ഓപ്ഷൻ ബി കാശിത്തുമ്പ. 36 മനുഷ്യന്റെ ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയ രസത്തിലെ രാസാഗ്നിയാണ്. ഉത്തരം ഓപ്ഷൻ സി ട്രിപ്സിൻ. വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം 37 ഉത്തരം ഓപ്ഷൻ സി ആണ്. മഞ്ഞപ്പിത്തം. 38 താഴെ പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ്. മരുന്ന് കൊടുത്തുള്ള ചികിത്സ, പ്രതിരോധ കുത്തിവയ്പ്. 39 പാപ്സ്മിയർ പരിശോധന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ഉത്തരം ഓപ്ഷൻ സി ആണ്. അർബുദം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. അർബുദം. 40 പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. COTPA. 41 ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരളത്തിലെ സർക്കാർ സ്ഥാപനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. 42 ഒരു ഉപഗ്രഹത്തിന്റെ ഗതികോർജം 2mj ആണ് എങ്കിൽ ആ ഉപഗ്രഹത്തിന്റെ ആകെ ഊർജം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ്. -2mj. 43 ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 54.2. 54.2. 44 വായു മൂലം ഉണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം? ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്ട്രീം ലൈനിങ്.
45-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ് 46. സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണയിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെ കുറിച്ചും മറ്റ് സൗര പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കാനും ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകം. ഉത്തരം ഓപ്ഷൻ എ ആദിത്യ L1. ഉത്തരം ഓപ്ഷൻ എ ആദിത്യ L1. 47. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജാൻ ടെല്ലർ മെറ്റൽ. 48. താഴെ കൊടുത്തിരിക്കുന്നവർ ആദ്യത്തെ കൃത്രിമ മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ടെക്നീഷ്യം. 49. നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില. ഉത്തരം ഓപ്ഷൻ എ ആണ് 33.2. ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണമാണ്. ഉത്തരം 50-ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് Al2O3. 51. കോവിഡുമായി ബന്ധപ്പെട്ട് സ്വാപ്സിക് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. 52. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കൃഷ്ണപുരം കൊട്ടാരം. 53. ഉറൂബ് എന്ന തൂലിക നാമത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി PC കുട്ടിക്കൃഷ്ണൻ. 54. ജലത്തിലെ പൂരം എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. 55. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് ബെൽ. 56. കണ്ണശ സ്മാരകം ആരുടെ സ്മരണയ്ക്കുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി നിരണം കവികൾ. 57. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ. ഉത്തരം ഓപ്ഷൻ എ ഉദയ സ്റ്റുഡിയോ. 58. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഉത്തരം ഓപ്ഷൻ ബി അവാനി ലഖര. 59. ഏതാണ് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കുന്നത്? 59-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ് 60. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയായത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. 1ഉം 2ഉം ആണ് ശരി. 61. സൈബർ കുറ്റകൃത്യ വിഭാഗവുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം 3ഉം. 62. താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലിബ്രെ ഓഫീസ് റൈറ്റർ. 63. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് ടോപ്പോളജി. 64. 2005-ലെ വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ സാധ്യമല്ല. 65. താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റും കൂടാതെ 4-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാര പരിധി നിശ്ചയിക്കുന്നതിനായി 10 കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം. ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രസ്താവന 2ഉം ശരിയാണ്. 66. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005-ലെ നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞവയെല്ലാം. 67. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവ് നൽകുന്ന 2007-ലെ നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ് സംരക്ഷണ ചെലവിലേക്കായി പ്രതിമാസം പരമാവധി 10,000 രൂപയാണ് ട്രിബ്യൂണലിന് വിധിക്കാവുന്നത്. 68. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സണെയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രസ്താവനകൾ 2ഉം ശരിയാണ്. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. 69. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ്. 70. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 2014 അനുസരിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ്. 71. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. 71-ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്.
72 ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി ചെയ്തു തീർക്കാൻ 45 ദിവസം എടുക്കുന്നു. എന്നാൽ ജോൺ ഒറ്റയ്ക്ക് ഈ ജോലി 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ദീപു ഒറ്റയ്ക്ക് ഇതേ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ് 126 ദിവസം. 73 ഒരു സ്കൂളിലെ ആകെ കുട്ടികൾ 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ആകെ എണ്ണം 500 ആയാൽ ആ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ട്? ഉത്തരം ഓപ്ഷൻ എ ആണ് 750. 74 14 20 26 എന്ന സമാന്തര ശ്രേണിയുടെ 40-ാം പദം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 248. 75 രണ്ട് ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം 16:25 ആയാൽ അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 64:125. 76 ഡിവിഷനെ പ്ലസ് എന്നും മൈനസിനെ ഡിവിഷൻ എന്നും ഇൻറ്റുവിനെ മൈനസ് എന്നും പ്ലസിനെ ഇൻറ്റു എന്നും പ്രസ്താവിച്ചാൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് 0. 75 12 15 ഒരു ക്ലോക്കിലെ രണ്ട് സൂചികൾക്ക് ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 82 1/2 ഡിഗ്രി. 78 5 പേർ വഴിയിലൂടെ നടന്നു പോവുകയാണ്. പിയുടെ മുന്നിലാണ് എസും ക്യൂവിന് പിന്നിലാണ് ടിയും. പിക്കും ക്യൂവിനും മധ്യത്തിലായി ആറും നടക്കുന്നു. എങ്കിൽ ഏറ്റവും മധ്യത്തിൽ നടക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 78 ഉത്തരം ഓപ്ഷൻ ബി ആണ് 6. 79 റെയിൽവേ എന്നതിനും എന്ന രഹസ്യ കോഡ് നൽകിയാൽ സ്റ്റേഷൻ എന്നതിന്റെ കോഡ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം ഓപ്ഷൻ ഡി. 80 ഈ റിലേഷൻ നോക്കി ഇത് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് RUTS. 81 ഇംഗ്ലീഷ് ആണ്. യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ 10 ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് ഹാവിൻ യു. 82 ലെറ്റ് ദം ബിൽഡ് എ ഹോസ്പിറ്റൽ ഹിയർ ചേഞ്ച് ടു പാസീവ് വോയിസ്. ഉത്തരം ഓപ്ഷൻ സി ആണ് ലെറ്റ് എ ഹോസ്പിറ്റൽ ബി ബിൽറ്റ് ഹിയർ ബൈ ദം. 83 വാട്ട് ഈസ് ദ കറക്റ്റ് സെന്റൻസ്? ഉത്തരം ഓപ്ഷൻ എ The children had better wear their coats. 84 you dash wash those glasses, they are clean. ഉത്തരം ഓപ്ഷൻ ഡി ആണ് needn't. 85 which part of the sentence has an error? ഉത്തരം ഓപ്ഷൻ ബി ആണ് has took. ഓപ്ഷൻ ബി ആണ്. 86 one word for the state of being unmarried. ഉത്തരം ഓപ്ഷൻ ബി ആണ് celibacy. 87 a dash of journalist. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. അടുത്തത് 88 the idiom let the cat out of the bag means. ഉത്തരം ഓപ്ഷൻ സി ആണ് to make something public. 89 the synonym of the word bait. ഉത്തരം ഓപ്ഷൻ എ allure. 90 an example of compound word. ഉത്തരം ഓപ്ഷൻ ബി ആണ് റെയിൽ റോഡ്. അടുത്തത് മലയാളമാണ്. 91 തെക്കൻ കാറ്റ് വീശുന്നു. ഇതിലെ തെക്കൻ എന്ന പദം ഏത് തന്തിതത്തിന് ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് തത്വതന്തിതം. 92 തെറ്റായ വാക്യഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 1000 തേങ്ങകൾ. 93 ഒറ്റപ്പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് പീബഡി ഷൂ. അടുത്തത് 94 ആളി എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് വണ്ട്. 95 മേയാനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് നിലാവ്. 36 ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീത പദമായി വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് നിമീലനം. 97 ശരിയായ രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ധാർഷ്ട്യക്കാരൻ. 98 ഇവിടം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഈ പ്ലസ് ഇടം. 99 ഉത്സവം തുടങ്ങി ഇനി ബഹളത്തിന്റെ പൊടിപൂരമായിരിക്കും. ഇത് ഏതു വാക്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ് മഹാകാവ്യം. 100 വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. ഇതിന് തുല്യമായ പ്രയോഗം. ഉത്തരം ഓപ്ഷൻ ബി ആണ് അഴകുള്ള ചക്കയിൽ ചുളയില്ല. അപ്പൊ 100 മാർക്കിന്റെ ഒരു ഫുൾ മോക്കാണ്. ഇതൊരു 10th ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇത് 10th മെയിൻസിന്റെ 2021 നടത്തിയ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു ലെവലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മുടെ മുമ്പിൽ 50 ദിവസമാണ് ഉള്ളത് തിരുവനന്തപുരംകാർക്ക് LDCക്ക്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ എൻ്റെ ചാനലിൽ ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, കറണ്ട് അഫേഴ്സും ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും എങ്ങനെ പഠിക്കണം, കൂടുതൽ ഏതൊക്കെ മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഷുവർ ആയിട്ട് ആ വീഡിയോ കാണുക. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.